നമസ്കാരം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. ഓരോ വോട്ടും ഒരു പൗരന്റെ രാഷ്ട്രീയ വിധിയും രേഖപ്പെടുത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെയും മുന്നണികളെയും ഒരുപോലെ ആകാംക്ഷയിലാഴ്ത്തിയിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് പൊതുവെ അധികാര മാറ്റത്തിലുള്ള സൂചനയാണോ, അതോ നിലവിലെ ഭരണത്തിന്റെ ജനസമ്മതിയുടെ പ്രതിഫലനമാണോ? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ വോട്ടർമാരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു? മുന്നണികൾ ജനങ്ങളിൽ ഉറപ്പിച്ച വിശ്വാസം വോട്ടായി മാറുമോ, അതോ നേതാക്കളുടെ ചില അശ്രദ്ധമായ പ്രതികരണങ്ങൾ മുന്നണികൾക്ക് വിനയായി മാറുമോ? എല്ലാ പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. മികച്ച പോളിംഗ് ശതമാനം നൽകുന്ന സൂചന എന്താണ്? വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? മുന്നണികളുടെ വിശ്വാസം വോട്ടായി മാറുമോ? നേതാക്കളുടെ പ്രതികരണങ്ങൾ മുന്നണികൾക്ക് വിനയോ? ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോർജ് പൊടിപ്പാറ, പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ ഡോക്ടർ അരുൺ കരിപ്പൽ, സാമൂഹ്യ പ്രവർത്തകനായ ജോമി PL എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ് വരുന്നത്. സാർ, ഈ പോളിംഗ് 60% മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമാണോ പ്രകടമാകുന്നത്, അതോ സ്ഥാനാർത്ഥികൾ തമ്മിലോ മുന്നണികൾ തമ്മിലോ കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണോ ഇതുവരെയുള്ള ഈ പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒടുവിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന പോളിംഗ് പെർസെന്റേജ് 4 മണി വരെയുള്ള കണക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 63.50% എന്ന നിലയ്ക്കാണ് ഇപ്പൊ സ്ക്രോളിംഗ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 2 മണിക്കൂർ സമയം കൂടി ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവസാന ഘട്ടത്തിൽ അവസാന 2 മണിക്കൂറിൽ സാധാരണഗതിയിൽ പല മേഖലകളിലും, പ്രത്യേകിച്ച് തീര മേഖലകളിലൊക്കെ ജോലി കഴിഞ്ഞ് ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു സമയമാണ്. മലയോര മേഖലയിലും അതുപോലെ തന്നെ ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങി അവസാനത്തെ മണിക്കൂറുകളിൽ വോട്ട് ചെയ്യാൻ വരുന്നവർ പിന്നെ ഒരു 4 മണിക്ക് ശേഷം രാവിലത്തെ പോലെ തന്നെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും വോട്ട് ചെയ്ത് തീരാതെ ക്യൂ അനുഭവപ്പെടുന്ന കാഴ്ച നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ 63.53% ഇതുവരെയുള്ള ഇപ്പോ 6-3 അല്ലെ 6-4-10 ഏതാണ്ട് 10 മണിക്കൂറിൽ താഴെയുള്ള സമയം, അല്ല 9 മണിക്കൂർ കൊണ്ടാണ് 63%. അതായത് ഒരു മണിക്കൂറിൽ ശരാശരി 7%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള 2 മണിക്കൂറിൽ അതേ ആവറേജിൽ ഒരു 7% അല്ലെങ്കിൽ 8% പോളിംഗ് നടന്നാൽ 63-8-71 ഏതാണ്ട് 75%-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയുള്ള ഒരു ആവറേജ് എടുത്താണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 75%-ന് അടുത്തേക്ക് ജില്ലകൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് വ്യത്യാസം കാണും. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോളിംഗ് നമ്മൾ കാണുന്നത് എറണാകുളത്തും ആലപ്പുഴയിലാണ്. അവിടെ വളരെ ശക്തമായ പോളിംഗ് നടന്നിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലൊക്കെ അല്പം കുറവ് കാണുന്നുണ്ട്. എങ്കിലും ഏതാണ്ട് 70%-ന് അടുത്തേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഏതാണ്ട് എല്ലാ സ്ഥലത്തും എത്തും എന്ന് വേണം വിചാരിക്കാൻ. ഇതിപ്പോ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊരു പോളിംഗ് പെർസെന്റേജ് ആരെയെങ്കിലും പ്രത്യേകിച്ച് സഹായിക്കുമോ, ആരെയെങ്കിലും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ചോദ്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉത്തരവില്ല. മുൻപൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, മികച്ച പോളിംഗ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നെയോ സഹായിക്കും എന്നൊക്കെ ഒരു സങ്കല്പം മുൻകാലങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ കുറെ കാലമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പോളിംഗ് പെർസെന്റേജ് ഉയരുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ആരെങ്കിലും സഹായിക്കുകയോ ആരെങ്കിലും എന്താ പറയാ വല്ലാതെ ബാധിക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ചില ജില്ലകളിൽ സ്വാഭാവികമായിട്ടും പോളിംഗ് പെർസെന്റേജ് കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ കണ്ണൂരൊക്കെ എപ്പോഴും ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയും അതുപോലെ എറണാകുളവും ഒക്കെ കുറെ കൂടി പോളിംഗ്, കൊല്ലവും ഒക്കെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇക്കുറി എന്നെ കുറച്ചുകൂടി അമ്പരപ്പിക്കുന്നത് പൊതുവെ നഗര മേഖലകൾ കൂടുതലുള്ള എറണാകുളത്താണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത്. പക്ഷെ കോർപ്പറേഷൻ മേഖലയിൽ അത് 51%, 65%-ഓളം എറണാകുളത്ത് പൊതുവിലുള്ളപ്പോൾ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ മേഖലയിൽ അത് 51-53% മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൂടി ആ മറ്റ് മേഖലയിലെ ഒരു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 63 അല്ലെങ്കിൽ 64 എന്നൊക്കെ ഉള്ളത് ഒരു 65-66-ലേക്കൊക്കെ പോയേനെ. അപ്പൊ ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, അതായത് ഇത്രത്തോളം കാർഡിലൊക്കെയുള്ള പ്രചരണം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇത്രത്തോളം അടിത്തട്ടിലുള്ള പ്രചരണം സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർ ഏത് പാർട്ടിയുടെ ആയാലും ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകൾ മത്സരരംഗത്തുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പ്രവർത്തകർ ഉത്സാഹഭരിതരാകുന്ന ഒരു സമയം, അതായത് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഓരോ ഇഞ്ചും
ചെന്ന് ഓരോ വീടും കയറി ഇറങ്ങി വോട്ട് ചെയ്യാൻ വരാത്തവരെ ഏത് വിധേനയും കൊണ്ടുവരുന്ന അവരെ നേരത്തെ തന്നെ പലവട്ടം ഇപ്പൊ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 2 റൗണ്ടാണ് സാധാരണഗതിയിൽ വീടുകൾ കയറുന്നെങ്കിൽ ഇത് 4ഉം 5ഉം തവണ കയറിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയമുള്ള വീടുകളിൽ നിരന്തരം 5ഉം 6ഉം തവണ കയറിയിട്ടുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് പറയിക്കുന്നു. അങ്ങനെ ഏത് അർത്ഥത്തിൽ നോക്കിയാലും ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു 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 പ്രചരണ സംവിധാനം ഇത്രത്തോളം ഫലപ്രദമായിട്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മാക്സിമം ഈ പറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലാകുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന്റെ ഒരു സ്വാഭാവിക പരിണാമമാണത്. അപ്പൊ ഇക്കുറിയും പിന്നെ നമുക്കറിയാം കുറെ ഇത് പഴയ വോട്ടർ പട്ടിക തന്നെയാണ്. കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും കുറെ ആളുകൾ സ്ഥലത്തില്ലാത്തവരുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള ഒരു വലിയ ശതമാനം ചെറുപ്പക്കാർ പുറത്താണ്. കാനഡയിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിട്ട് ജർമ്മനിയിലും ഒക്കെ ആയിട്ട് ഒരു വലിയ ശതമാനം ചെറുപ്പക്കാർ പുറത്തായതുകൊണ്ട് ഏതാണ്ട് ഒരു 85% എത്തിയാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് 100% തുല്യമാണ്. അപ്പോ 90% എത്തിയാൽ തീർച്ചയായിട്ടും അത് 100%, 100% തുല്യമാണ്. അപ്പൊ ഒരു 75 മുകളിലേക്കുള്ള ഏത് പോളിംഗും കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ മികച്ച ഒന്നാം തരം പോളിംഗ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്നു, എല്ലാവരും പോളിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ ശ്രമിക്കുന്നു. മാക്സിമം മുന്നണി ഭേദമില്ലാതെ പാർട്ടി ഭേദമില്ലാതെ സ്വതന്ത്രര് പോലും, അതായത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും സാധാരണഗതിയിൽ ഇത്രമേൽ സ്വതന്ത്രനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചില സ്ഥലത്ത് വിമതന്മാരുണ്ടാവും പാർട്ടികൾക്ക്. ആ വിമതരും ഔദ്യോഗിക സ്ഥാനാർത്ഥികളും ഒരുപോലെ വീറും വാശിയോടെ മുഴുവൻ വോട്ടർമാരെയും തങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കിട്ടാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും എന്ത് വില കൊടുത്തും സ്വന്തം ചെലവിൽ ഈ ബൂത്തുകളിൽ എത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം പോളിംഗ് പെർസെൻറ്റേജ് ഉയരാൻ സ്വാഭാവികമായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇപ്പൊ നല്ല പോളിംഗ് ആണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ശരാശരി 70-ന് മുകളിൽ, 75-നടുത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചില ജില്ലകളിൽ 80-നടുത്ത് പോളിംഗ് ഉണ്ടാവാനാണ് സാധ്യത. ഈ 7 ജില്ലകളിലെ ഫലം ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ UDF നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയേക്കും എന്നൊരു തോന്നൽ പൊതുവിലുണ്ട്. ഭരണവിരുദ്ധ വികാരവും മറ്റു പല ഘടകങ്ങളും, അവസാന നിമിഷത്തെ ശബരിമല കൊള്ള. അപ്പൊ മറുവശത്ത് UDF-നെതിരായിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉണ്ടായി. അതും ഒരു പരിധിവരെ ബാധിച്ചേക്കാനിടയുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാപരമായ ഒരു ശൈഥില്യമുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയപ്പോഴും ഈ നേരത്തെ ഉണ്ടായിരുന്ന 2 ഗ്രൂപ്പുകൾ ഇപ്പോഴും ഒരേ സ്വരത്തിലോ ഒരേ മനസ്സോടെയല്ല. അവരിപ്പോഴും കാതങ്ങളോളം അല്ലെങ്കിൽ ധ്രുവങ്ങളോളം അകലെ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെ അവർ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ജില്ലയിൽ പോലും അവർക്ക് അധികാരത്തിലെത്താൻ, ഭരണത്തിലേക്ക് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് പോലും ഉറപ്പില്ലാത്ത എന്തായാലും അവർ അവകാശപ്പെടുന്ന തിരുവനന്തപുരത്ത് എന്തായാലും തിലകക്കുറി തൊടും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇന്ന് തന്നെ പറഞ്ഞത്. ഒറ്റ വാചകം കൂടി പറഞ്ഞേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയ ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും പക്ഷേ BJP നേതാക്കന്മാർ പറയുന്നു വലിയ ആത്മവിശ്വാസം തന്നെയാണ് കോർപ്പറേഷൻ കൈകളിൽ ഒതുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഡോക്ടർ അരുൺ കരിപ്പാൽ, അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാട്ടിലെ റോഡുകളെ കുറിച്ചും നാടിന്റെ വികസനങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ചയാകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വോട്ടിംഗ് ശതമാനം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ദൂരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഈ വിവാദങ്ങളുടെ പക്ഷത്ത് നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ നടന്നത്? അത് നമ്മുടെ ഈ വോട്ടിനെ അല്ലെങ്കിൽ ഈ പെർസെന്റേജ് കൂടാൻ ഒരു കാരണമായിട്ടുണ്ടോ? എന്താണ് അങ്ങ് കരുതുന്നത് ഡോക്ടർ? അങ്ങയോട് ഇതില് നമുക്ക് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുമ്പോൾ ജനങ്ങള് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങള് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിയമസഭ അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ ടേൺഔട്ടിന്റെ ഒരു താരതമ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 2% ഒരു വ്യത്യാസം ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഏതാണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നെ 1% ഇത് കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ്. അപ്പൊ പ്രാദേശിക സർക്കാരുകളിൽ ജനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു ഭരണവിരുദ്ധത കൊണ്ടോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താണ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം കൊണ്ടോ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് അതിനെ ഒരു ട്രെൻഡായിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജനാധിപത്യം പ്രാദേശിക തട്ടിലേക്ക് വരുന്നു. അത് ആ ജനാധിപത്യത്തെ ജനങ്ങൾ, പ്രാദേശിക ഭരണകൂടങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സൂചനയായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. കൂടുതൽ പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനെ നേരത്തെ ജോർജ് പൊടിപ്പാറ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കാലത്തെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൂചകമായിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് ജനാധിപത്യത്തിൽ ജനങ്ങൾ എന്താണ് പ്രാദേശിക സർക്കാരുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചർച്ചകൾ ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണപ്പാളി വിവാദം മലയിലെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയമാണ് UDF-ന് പ്രത്യേകിച്ച് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുവെങ്കിലും കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ട് അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം പോലത്തുള്ള ജില്ലയിൽ അവര് പിന്നെ തിലകക്കുറി പിന്നെ ചാർത്താൻ ആഗ്രഹിക്കുന്ന ആ ജില്ലയിൽ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കൾ പിന്നെ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വിഷയം തന്നെ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരം എന്നതിനപ്പുറം സ്വതന്ത്രന്മാരും അതുപോലെ തന്നെ പാർട്ടി വിമതന്മാരൊക്കെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്താണ് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പ്രാദേശികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ 12ഓളം ജില്ലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് അവിടെ ഈ ഒരു കാലയളവിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ ഏതാണ്ട് 45ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിലക്കയറ്റം പോലുള്ള വിഷയങ്ങൾ, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ പ്രാദേശിക തലത്തിൽ പിന്നെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവര് തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ. ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ നിയമസഭയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവരുടെ പ്രകടന പത്രികകളൊക്കെ തയ്യാറാക്കുന്നതെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഓരോ പ്രദേശത്തിനും ഇത് ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് ഉൾപ്പെടെയുള്ള തലത്തിൽ ഓരോ ജനപ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ ജോമി പി. അങ്ങേ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ആ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ്. പലപ്പോഴും പറയാറുണ്ട് യുവജനങ്ങൾ ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നു, അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അവിടെ പഠിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ ഈ ഉയർന്ന പോളിംഗ് ശതമാനങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിലൂടെയുള്ള തിരഞ്ഞെടുപ്പിനോടുള്ള ഒരു പങ്കാളിത്തം ഏറുന്നു എന്നുള്ള സൂചനയല്ലേ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇതുവരെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും യുവജനങ്ങളുടെ പങ്കാളിത്തം വളരെ മെച്ചപ്പെട്ടതാണ്. അത് ഒരുപക്ഷെ ക്യാമ്പയിനിൽ നമുക്ക് അവരെ നമ്മൾ കരുതുന്നത് പോലെ മുതിർന്ന ആളുകൾ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുക്കുന്നത് പോലെ അതേ അളവിൽ തന്നെ അവർ പങ്കെടുക്കുന്നുണ്ടാവില്ല. അവർ രാഷ്ട്രീയത്തെ പക്ഷെ അവർ കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ വോട്ടിങ്ങിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര മെച്ചപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ മറ്റൊന്ന്, അവർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കിട്ടുന്ന വളരെ അപൂർവമായ അവസരങ്ങളിലൊന്നാണ് ഈ ജനാധിപത്യ പ്രക്രിയ എന്നവർ മനസ്സിലാക്കുന്നു. അപ്പോൾ പല വിഷയങ്ങളിലും നമുക്ക് പ്രതികരിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ധാരാളമായിട്ടുള്ള ആശങ്കകൾ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പൊതുവായും അവർക്കുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലേത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലതരത്തിലുള്ള കാരണങ്ങൾ, പ്രധാനമായിട്ടും രാഷ്ട്രീയ ഇടപെടലുകളും ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകളും മൂലം നമ്മുടെ സ്കൂളുകൾക്കും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒന്നും ഒരു ദേശീയ തലത്തിലാവാം മികച്ച പൊസിഷൻസ് ഒക്കെ കൈവരിക്കുന്നുണ്ടാവാം, പക്ഷെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെച്ചപ്പെട്ട സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് മികച്ച വിദ്യാഭ്യാസം, അതിനുള്ള സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ പോകേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതിഫലിക്കുന്നുണ്ടാവും. അപ്പൊ PM ശ്രീ പോലുള്ള പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ കേരളത്തിലെ ഈ വിദ്യാർത്ഥി സമൂഹവും യുവജനങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ഈ PM ശ്രീ പോലുള്ള പദ്ധതികൾ വഴി അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അതിന് പച്ചക്കൊടി കാണിക്കുന്നു എന്ന ഒരു തോന്നലുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ, അതുപോലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ യുവജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് സർക്കാരുകൾ ഉയരുന്നില്ല എന്ന ഒരു തോന്നലുണ്ട്. അതിപ്പോ കേരളത്തിലെ സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല, ഇപ്പൊ കേന്ദ്രത്തെ കുറിച്ചും ഇത് തന്നെ പറയാൻ കഴിയും. ഇപ്പൊ നമ്മുടെ നമുക്ക് ഹൈവേകളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഇപ്പൊ പല ഹൈവേകളും ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആരാണ് അതിന് ഉത്തരവാദി? അപ്പൊ രണ്ട് സർക്കാരുകളും പ്രതിസ്ഥാനത്താണ്. ഇതൊക്കെ യുവജനങ്ങളുടെ പ്രതീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നു. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് എന്ന നിലയ്ക്ക് കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഉയർന്ന ഉയർന്ന വോട്ടിംഗ് ഉണ്ടാവുന്നു എന്നത് വിലയിരുത്തുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ജോർജ് ജോസഫ് പൊടിപാറ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തെരഞ്ഞെടുപ്പിനെയൊക്കെ അപേക്ഷിച്ച് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ ജനകീയമായൊരു പങ്കാളിത്തം ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഒരു കാർണിവൽ സ്വഭാവമുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾക്ക്. അപ്പൊ എന്റെയൊക്കെ വാർഡിൽ, ഞാൻ കോർപ്പറേഷനിലാണ് താമസിക്കുന്നത്, എന്റെ വാർഡിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം 1-2 തവണ നടന്നു കഴിഞ്ഞു. വീടുകൾ കയറിയുള്ള സന്ദർശനം, ഓരോ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ സന്ദർശനം 3-4 തവണ ഇതിനകം നടന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ അവര് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വിളിക്കുന്നതിനുള്ള തിരക്കുകളിലാണ്. അപ്പൊ ഇത്രയും തീവ്രമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സന്ദർഭങ്ങൾ ഉണ്ടാവില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും വലിയ അളവിൽ യുവജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള AI അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം, ഒരു സ്ഥാനാർത്ഥികൾ എന്ന നിലയിലുള്ള യുവജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. സാധാരണ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ പാർലമെന്റിലേക്കും ഒക്കെ ഉള്ള സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായത്തെക്കാളും കുറഞ്ഞ ശരാശരി പ്രായമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടേത്. ഇത് സ്വാഭാവികമായിട്ടും ഈ പ്രക്രിയയിൽ യൂത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ വോട്ടെടുപ്പ് പോളിംഗിൽ നമ്മളിപ്പോ കാണുന്ന കാരണം എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒക്കെ നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസ തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡുകളുടെ പ്രശ്നമുണ്ട്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ചർച്ചയെങ്കിലും ആകും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ ഇവിടെ വലിയ വിവാദങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ആ വിവാദങ്ങൾ ഉണ്ടാക്കി അതൊരു വോട്ടായി മാറുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണോ ശരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അവർ ചില വിവാദങ്ങൾ, അവരുടെ ഈ പറഞ്ഞ മാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത്തരം വിവാദങ്ങൾ ഉണ്ടെങ്കിലേ ഓഡിയൻസിനെ കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കാണുന്നത് ഈ വിവാദ വിഷയങ്ങളൊന്നും ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് അവരെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, അവർ ചർച്ച ചെയ്യുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു സ്വീകാര്യത. ഇപ്പൊ അത് ഏത് പാർട്ടിയിലും ആവട്ടെ, ആ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിത്വം പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെ പ്ലീസിങ് ആണോ, അതുപോലെ തന്നെ പൊതുസമ്മതി ഉണ്ടോ,
ജനകീയ വിഷയങ്ങളിൽ മുമ്പ് ഇടപെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ അവരെ ഏത് വിഭാഗങ്ങള്, ഇതെല്ലാം ഘടകങ്ങളാണ്. മാത്രമല്ല അവരുടെ ഒരു അപ്രോച്ചും ആറ്റിറ്റ്യൂഡും അവരുടെ കുടുംബ പശ്ചാത്തലവും അടക്കം എല്ലാ വിഷയങ്ങളും വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമാണ്. മറ്റൊരു ഘടകം ആ പ്രദേശത്ത് നിലവിലുള്ള ആ ഒരു പ്രതിനിധി ഉണ്ടാവില്ല, പഞ്ചായത്തിലായാലും നഗരസഭയിലായാലും എല്ലാം. ആ പ്രതിനിധി ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ? ആ ഉയർന്നില്ലെങ്കിൽ ആ പ്രതിനിധിയോടുള്ള, അല്ലെങ്കിൽ ആ പ്രതിനിധി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള വിരോധമായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം അതാ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ആ പ്രതിനിധിയുടെ പെർഫോമൻസും അങ്ങേരുടെ ഒരു ജയവും പരാജയവും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോ ഒരു പരിധി വരെ നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്ന പാർട്ടി പൊളിറ്റിക്സിന് അപ്പുറത്ത് കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല തെരഞ്ഞെടുപ്പുകളും ഒരു പെർഫോമൻസ് അനാലിസിസ് ആണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളായാലും മികച്ച പെർഫോമൻസ് ഉള്ള ആളുകൾ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഉണ്ട്. ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ മികച്ച പെർഫോമൻസ് നടത്തുന്നവർ ഏത് പാർട്ടിയിലായാലും അവർ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ച. ഇപ്പൊ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുമ്പൊക്കെ CPM പലപ്പോഴും ജയിച്ചിരുന്ന മണ്ഡല, പക്ഷെ തിരുവഞ്ചൂർ വരുന്നു, അദ്ദേഹം നിൽക്കുന്ന മണ്ഡലങ്ങൾ അത് അടൂരായാലും കോട്ടയായാലും അദ്ദേഹം നിൽക്കുന്നിടത്തെല്ലാം അദ്ദേഹം തുടർച്ചയായിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഷാഫി പറമ്പിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ. അതായത് കേരളം മുഴുവൻ ഇടതുപക്ഷ സുനാമി അടിച്ചപ്പോഴും ഇത്തരം ആളുകൾ തുടർച്ചയായിട്ട്, ഇപ്പൊ അതുപോലെ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, അദ്ദേഹത്തെ ഏത് സുനാമിയിലും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതായത് ജനകീയതയുള്ള, നല്ല പെർഫോമൻസ് ഉള്ള, അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് ആ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി കണ്ണും കാതും സൂക്ഷ്മമായി അവരുടെ പ്രശ്നങ്ങളിൽ അർപ്പിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങൾ കുറെ കൂടി എല്ലാം വിലയിരുത്തുന്നുണ്ട്. അപ്പം മികച്ച സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളതിനൊപ്പം അവരുടെ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വവും വലിയൊരു ഘടകമാവുന്നുണ്ട് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ. മാത്രമല്ല രാഷ്ട്രീയം തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അളവുകോൽ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ തീർച്ചയായും. ഒരു രാഷ്ട്രീയ അളവുകോൽ വെച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ ഒരു പെർഫോമൻസിന്റെ അതിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണമാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ വലിയൊരളവിൽ വ്യക്തിത്വവും അതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങളും സ്ഥാനാർത്ഥിയുടെ മികവും കുടുംബ പശ്ചാത്തലവും ബന്ധങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമുദായിക സമവാക്യങ്ങളും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാണെങ്കിൽ അവിടെ ആ സഭയിൽപ്പെട്ടവരാണെങ്കിൽ ഒരു പക്ഷെ ആ സഭയിലുള്ളവർ അവരെ തുണയ്ക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ യാഥാർത്ഥ്യം, അതായത് എല്ലാ മതനിരപേക്ഷതയെന്നും എന്താ പറയാ മതേതരത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലയിടത്തും അത്തരം സ്ഥാനാർത്ഥിത്വം ആ പ്രത്യേക സമുദായത്തിന്, സഭയ്ക്ക് അല്ലെങ്കിൽ ആ കാസ്റ്റിനൊക്കെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് തികഞ്ഞ രാഷ്ട്രീയ വിലയിരുത്തൽ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഈ സ്ഥാനാർത്ഥിയെ എല്ലാവരും കാണുന്ന പോലുമില്ല. ഇപ്പൊ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25% ആളുകൾ പോലും നേരിട്ട് കാണുന്നില്ല. അവർക്ക് എത്തിപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യുന്നത് മിക്കവാറും അവരെ ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളത് മാത്രം വിലയിരുത്തിയാണ്. നേരെ മറിച്ച് ഒരു ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു വലിയ അളവിൽ കോർപ്പറേഷൻ, നഗരസഭാ സ്ഥാനാർത്ഥികളൊക്കെ എത്രത്തോളം ജനകീയരാണ്, എത്രത്തോളം മിടുക്കരാണ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, അവരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ആ ഒരു വ്യക്തിത്വം എന്തിനൊരു പരിധി വരെ നമുക്കറിയാം. ഈ നല്ലൊരളവിൽ 50% സ്ത്രീകളാണ്. ഈ 50% സ്ത്രീകൾ മത്സരിക്കുന്നിടത്ത് ഒരു 10% ആളുകൾ മാത്രമായിരിക്കും നിലവിൽ നേരത്തെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പശ്ചാത്തലമൊക്കെ ഉള്ളവർ. പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ. പലപ്പോഴും അവർ വൈമുഖ്യത്തോടെ നിൽക്കുന്ന പലരെയും രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം പ്രേരണ ചെലുത്തിയൊക്കെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിക്കുന്നത്. പല സ്ഥലത്ത്, ചില സ്ഥലത്ത് ഉണ്ട്, ഇടിക്കലുണ്ടെങ്കിലും പല സ്ഥലത്തും സ്ഥാനാർത്ഥികളില്ലാതെ അവരെ വല്ലാതെ നിർബന്ധിച്ച് രംഗത്തിറക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എന്താ പറയാ ഒരു താപ്പാനകളൊന്നും അല്ല. രാഷ്ട്രീയത്തിൽ നമ്മളീ പറയുന്ന പോലെ KSUവിലൂടെ വന്ന്, യൂത്ത് കോൺഗ്രസിലൂടെ വന്ന്, SFIയിലൂടെ, DYFIയിലൂടെ അല്ലെ യൂത്ത് ലീഗ്, അങ്ങനെയുള്ള പശ്ചാത്തലമൊന്നുമില്ല. അവർ ഇത്രയും കാലം അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ വീട്ടമ്മമാർ പഠിത്തം ഇതൊക്കെ ആയിട്ട് ചെയ്യാണ്. ഇറങ്ങി കഴിയുമ്പോഴാണ് അവർ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഗോദായിലെ ചുഴിയും മലരികളും ഒക്കെ അവർ മനസ്സിലാക്കുന്നത്. അതിനകത്തെ പാരകളും പലരും ഇറങ്ങിപ്പോയല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്നവരുണ്ട്. ഏതായാലും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ പശ്ചാത്തലവും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും ഒന്നും അളക്കാൻ പറ്റില്ല. അവരുടെ ആ സമയത്ത് വാട്ട് ദേ ആർ,
ഫോർ ദ ടൈം ബീങ്. ആ സമയത്ത് എന്താണോ അവർ ആകർഷകമായ ഒരു ഇതുണ്ടോ, നന്നായി സംസാരിക്കുന്നുണ്ടോ, ഒരു ലാളിത്യം ഉണ്ടോ, ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളൊക്കെ ഈ സ്ത്രീകളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാവും. ഇതെല്ലാം പരിഗണിച്ചാണ് താഴെത്തട്ടിലുള്ള വാർഡ് തലത്തിലും ഡിവിഷൻ തലത്തിലുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. രാഷ്ട്രീയവും തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എങ്കിൽ ഇതെല്ലാം വിലയിരുത്തപ്പെടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ ഫലം വെച്ചുകൊണ്ട് വേണം നമുക്ക് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിലയിരുത്താൻ. ഭരണത്തിന്റെ വിലയിരുത്തലാണോ അല്ലയോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് ഈ ഒരു ജില്ലാ പഞ്ചായത്തായിരിക്കും അതിനുള്ള ഏറ്റവും നല്ല മാപിനി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും. ഡോക്ടർ അരുൺ, ജോർജ് സാർ നിർത്തിയെടുത്തുന്ന അങ്ങയിലേക്ക് വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആളുകൾക്ക് കിട്ടുന്ന, സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് സാറ് പറഞ്ഞതുപോലെ ചില ആൾക്കാർ നിർബന്ധിച്ച് തള്ളിയിടുകയാണ്, പക്ഷേ അവിടെ കിടന്നൊരു കയ്യും കാലോട്ട് അടിക്കലാണ്. അവർക്ക് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും നിയമസഭയിലേക്ക് പോകാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായി കണക്കാക്കാൻ പറ്റുമോ നമുക്ക്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ എന്റെ ഈ PhD വിഷയം തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പൊളിറ്റിക്കൽ കരിയറിനെ ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ 95 തൊട്ട് 2020 വരെയുള്ള നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും 2021 വരെയുള്ള 96 തൊട്ട് 2021 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള അതിൽ ഈ ജനപ്രതിനിധികളുടെ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പുതിയ MLA-മാരുടെ എണ്ണത്തിലായാലും അതുപോലെ വനിതകളുടെ MLA-മാരുടെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമായാലും ദളിത് SC/ST വിഭാഗത്തിൽപ്പെട്ട MLA-മാരായാലും അല്ലെങ്കിൽ മൊത്തത്തിൽ വരുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ പശ്ചാത്തലം പരിശോധിച്ചാലും ഓരോ വർഷവും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരിചയം ഉള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചു വരുന്നു എന്നുള്ളതാണ്. മറ്റു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2021 തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഉള്ള പുതിയ MLA-മാരിൽ 49 പുതിയ MLA-മാരാണുള്ളത്. അതിൽ 31 MLA-മാർക്കും പുതിയ MLA-മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ പരിചയമുണ്ട്. അതിപ്പം മഞ്ചേശ്വരത്ത് നിന്നുള്ള അല്ലെങ്കിൽ അഷ്റഫ് MLA ആയാലും അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള KV സുമേഷ് ആയാലും അല്ലെങ്കിൽ CR മഹേഷ് ആയാലും ഈ പറയുന്ന ആളുകളൊക്കെ പ്രാദേശികമായിട്ട് ഭരണപരിചയമുള്ള ആളാണ്. ഇനി ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം എന്ന് പറയുന്നത് തന്നെ പ്രാദേശികപരമായിട്ടുള്ള ഭരണപരിചയമുള്ള ആളുകൾ തമ്മിലാണ്. ഉദാഹരണം ഇവിടുത്തെ അനിലക്കരയും സേവ്യർ ചിറ്റലപ്പള്ളിയും തമ്മിലുണ്ടായിരുന്ന മത്സരം, അല്ലെങ്കിൽ മാനന്തവാടിയിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള OR കേളുവും അദ്ദേഹവും PK ജയലക്ഷ്മിയും തമ്മിലുള്ള മത്സരം. അപ്പം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം MLA-മാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ശബരിനാഥനെ പോലുള്ള അനിലക്കരയെ പോലുള്ള ആളുകൾ, EM അഗസ്തിയെ പോലുള്ള ആളുകൾ വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു മത്സരം, അതിന്റെ ഒരു പ്രാധാന്യം, ലോക്കൽ ഗവൺമെന്റിന്റെ ഒരു പ്രാധാന്യം സൂചിപ്പിക്കുന്നു. രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ട്രെൻഡ് ഇത് ഇങ്ങനെയല്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വളരെ കുറച്ചു കാലം MLA ആയിരുന്ന C ഹരിദാസ്, അദ്ദേഹം പിന്നീട് രാജ്യസഭയിൽ MP ആയിരുന്നു. 2000 തൊട്ട് 2005 വരെ പൊന്നാനി നഗരസഭയുടെ ചെയർമാനായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും ഞാൻ അതിന്റെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പെർസെന്റേജിലേക്ക് പോകുന്നില്ല. വലിയ വ്യത്യാസം ഏതിലുണ്ടായിട്ടുണ്ട് ഈ കേരള നിയമസഭയുടെ രാഷ്ട്രീയ MLA-മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവരെടുത്തു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും മഹാഭൂരിപക്ഷം അല്ല, അവരുടെ MLA-മാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരിചയം അവർക്ക് തുടർന്നുള്ള സാധ്യതകൾക്കുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് പാർലമെന്റിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ രമ്യ ഹരിദാസ് നമുക്കൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ TN പ്രതാപൻ പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അതൊക്കെ ഈ 73 ഭേദഗതിക്ക് മുന്നെയാണ് TN പ്രതാപനൊക്കെ വന്നത്. പക്ഷെ രമ്യ ഹരിദാസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോ പാലക്കാട് MLA ആയിട്ടുള്ള ശ്രീകണ്ഠൻ എടുത്തു കഴിഞ്ഞാലും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്കൊരു നാളുകളിൽ ഈ ആളുകൾക്ക് വലിയ അവസരമാണ് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാരിൽ നിന്ന് ജനപ്രതിനിധികളായി മാറാൻ, പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധികളായി മാറാനുള്ള വലിയൊരു ബ്രിഡ്ജ് തന്നെയാണ് എന്ന് പറയാം. കാരണം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന വലിയൊരു ഭാഗം സ്ത്രീകൾ അവർ പുറത്തേക്ക് ഇറങ്ങുകയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്ത് വലിയ വലിയ രീതികളിലേക്ക്, അവരുടെ സംസാര രീതികൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ജോമി, ഒരു പോയിന്റ് കൂടെ റോജി അവിടെ ഓർക്കേണ്ടതുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ഈ സ്ത്രീകൾ വളരെ പുറകിലാണ്. അതെ, ഓക്കെ. കാരണം അത് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
കൊണ്ട് മാത്രമല്ല, പൊതുവെ. അതെ, ഓക്കെ. ജോബി സാർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങളിലേക്ക് വരുന്നത്, കാരണം അടുക്കളയിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, സ്ഥാനാർത്ഥിയാവുന്നു, വോട്ട് ചോദിക്കുന്നു, അവർ പുതിയൊരു എക്സ്പീരിയൻസ്ഡ് ആവുന്നു. അതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു പങ്കാളിത്തം ഉണ്ടാവാനുള്ള കാരണമാകുന്നില്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. ഈ സ്ത്രീകൾ 50%-ലധികം സ്ത്രീകളാണ് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 50% സീറ്റുകൾ അവർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ജനറൽ സീറ്റുകളിൽ പോലും കരുത്തരായ സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിലാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പൊ UDF ഒക്കെ എത്രയോ കരുത്തരായ സ്ത്രീകളെ വിവിധ വാർഡുകളിൽ ജനറൽ സീറ്റുകളിൽ മത്സരിപ്പിക്കുന്നു. ഈ ഒരു പ്രവണത മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിരവധി സ്ത്രീകൾ, നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ പഞ്ചായത്തി രാജ് ബില്ലിന്റെ ഭേദഗതി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വളരെ വിപ്ലവകരമായ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. അല്ലെ, യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും. സാർ, സമയം വളരെയേറെ കഴിഞ്ഞു. ജോർജ് സാർ, ഒരു മിനിറ്റ് കൊണ്ട് പറയണം, വലിയ രീതിയിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ ഇതുവരെയുള്ള ഈ പോളിംഗ് ശതമാനമൊക്കെ കാണുമ്പോൾ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? കാരണം 3 കോർപ്പറേഷനിലൊക്കെയാണ് ഭരണമാറ്റം ഉണ്ടാകുന്നൊക്കെ നേതാക്കന്മാർ പറയുന്നുണ്ട്. അങ്ങയുടെ ഒരു ചിന്ത എങ്ങനെയാണ്? ഒരു ട്വിസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ചോദ്യം എന്നോടാണോ? ജോർജ് സാറിനോട്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ഫലം UDF-ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണത്തെക്കാൾ, അതായത് 2010-ലാണ് ഇതിനു മുമ്പ് UDF-ന് ഏറ്റവും മികച്ച ഒരു ഫലം കിട്ടിയത്. അങ്ങനെ ഒരു അത്രത്തോളം അവിടെ വരെ എത്തുമോ എന്നുള്ള ആ ഒരു സ്പോയിലറായിട്ട് BJP-യുടെ ഒരു സാന്നിധ്യം ഉണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ UDF അവിടെ എത്തുമായിരുന്നു. അന്നത്തെ 2010-ലെ UDF അല്ല 2025-ലെ BJP അല്ല 2025-ലെ BJP എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ UDF-ന് അന്ന് ഇടതുമുന്നണിയോട് മാത്രമായിരുന്നു പൊരുതേണ്ടതെങ്കിൽ ഇപ്പൊ പലയിടത്തും UDF-ന് BJP-യോട് കൂടി പൊരുതേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷെ എങ്കിലും കഴിഞ്ഞ 2015-ലെയും 2020-ലെയും ഫലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നില്ലെങ്കിൽ UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഇന്ധനം കിട്ടുകയുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇടതുമുന്നണിക്ക് എതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് സ്വാഭാവികമാണ്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ 2 തവണയും കിട്ടിയ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു മേധാവിത്വം ആ അളവിൽ ഇക്കുറി കിട്ടും എന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അരുൺ സാർ, അങ്ങിലേക്ക് വരികയാണ്. സമയം കുറവായതുകൊണ്ടാണ് പെട്ടെന്ന്. അതായത് ഈ ഒരുപാട് യുവജന മുഖങ്ങൾ ഒരുപാടുണ്ട്. അത് പാർട്ടി ഏതുമായിക്കോട്ടെ, പക്ഷെ യുവജനങ്ങൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ശക്തി തെളിയിക്കും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ്. അത് 21 വയസ്സാണ് വോട്ടിംഗ് പ്രായം എന്ന് പറഞ്ഞു. അപ്പം ഈ DYFI-യും അതുപോലെ തന്നെ SFI, KSU, യൂത്ത് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 2614 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നേരത്തെ ജോമി സാർ സൂചിപ്പിച്ചതുപോലെ മൊത്തം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 75,644 സ്ഥാനാർത്ഥികളിൽ 39,609 പേരും, അതായത് 52% മുകളിൽ സ്ത്രീകളാണ് മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവരുടെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കടന്നു വരാനുള്ള അവസരം ഉണ്ടാവുന്നു. അവരുടെ ആ പുതിയ ചിന്തകൾ, നേരത്തെ പടിപ്പാറ സാർ സൂചിപ്പിച്ചതുപോലെ അഴിമതി രഹിതമായിട്ടുള്ള ഇതൊക്കെ യുവാക്കളുടെ പുതിയ ചിന്തകളും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഈ അഴിമതി രഹിത പ്രതിച്ഛായയൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ജോബി സാർ, ഒരു മിനിറ്റ്. സാർ, ഇപ്പോൾ കൂടുതൽ പോളിംഗ് ശതമാനമൊക്കെ നമ്മൾ കാണുന്നു. നമ്മളുടെ രാഷ്ട്രീയത്തിൽ തന്നെ യുവാക്കൾ കൂടുതൽ ഇറങ്ങി വരുന്നു, സ്ത്രീകൾ കൂടുതൽ ഇറങ്ങി വരുന്നു. രാഷ്ട്രീയത്തിനും നമുക്ക് പുതിയൊരു പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണോ ഈ തെരഞ്ഞെടുപ്പ്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ശുഭാപ്തി വിശ്വാസികളാണ് നമ്മളെല്ലാം. പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സ്വാഭാവികമായിട്ട് യുവജനങ്ങളുടെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. ഒരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ ഒരു ട്രെൻഡ് ആവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും കൂടുതൽ മെച്ചപ്പെട്ട മതിയായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ, ഗതിയെ നിർണായകമായിട്ട് മാറ്റാനായിട്ട് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ അസംബ്ലികളിലും പാർലമെന്റിലും ഒക്കെ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒട്ടും മതിയായതല്ല.
അപ്പൊ അതിനെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നണികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഒക്കെ ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. തീർച്ചയായും മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. അത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണെങ്കിലും അല്ലെങ്കിലും മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകണം. പൊതുസമൂഹത്തിലേക്ക് സ്ത്രീകളും യുവജനങ്ങളും അടക്കം കടന്നു വരുന്ന ഒരു സവിശേഷമായ മുഹൂർത്തമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ നാം കാണുന്നത്. അതാണ് വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിന്റെ ഉയർച്ചയും. ഈ മാറ്റം തുടർന്നും ഉണ്ടാവുകയും നമ്മുടെ നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ഒക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായി മാറുകയും ചെയ്യട്ടെ. ഈവനിംഗ് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്ക് വളരെയേറെ നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.